35 ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഈ ഫീൽഡിൽ നമ്മൾ ഓരോ വർഷവും പുതിയ ഡിസൈൻസ് ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കൊണ്ടുവരുന്നതിൽ നിന്നും എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ വർഷം കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഡിസൈൻസ് വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ പുതിയതായിട്ടുള്ള ഓരോ ഡിസൈൻസ് ലോഞ്ച് ചെയ്യുന്നത്. ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ടുള്ളത്. കാരണം പുതിയ ഡിസൈൻസ് പറയുമ്പോൾ നമ്മുടെ ന്യൂ ഡിസൈൻസിനുള്ള ഡിസൈൻസ് ആണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കളേഴ്സ് എന്തൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഡിസൈൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് കൂടെ, അപ്പം എപ്പോഴും കാണുന്ന കളേഴ്സ് അല്ലാണ്ട് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും അവരുടെ പ്രിഫറൻസും അനുസരിച്ച്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി ചെയ്തതിൽ നിന്നും എടുത്തേക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോമിൽ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂണിഫോമിൽ കളർ ചാർട്ട് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസൈൻസ് ആണെങ്കിലും ശരി, നമുക്ക് ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഒരു ഫങ്ഷണൽ വെയറിനും അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒപ്പം തന്നെ അവർക്ക് ഡെയിലി പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈൻസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഡിസൈനിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത് ഈ ഒരു ഡിസൈനിങ് പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ബൾക്ക് പ്രൊഡക്ഷനാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഒരു 5000ഓളം പീസാണ് നമ്മളിവിടെ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇവിടെ എത്താൻ പോകുന്നത്.